ദിവസം ഡയാന അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള വിവരം അറിയാണ്. അവളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ക്ലേയുടെ കൊച്ചാണ് അവളുടെ വയറ്റിലുള്ളതെന്നാണ്. കാരണം ഇതിന് കുറച്ച് ദിവസം മുന്നാണ് ക്ലേ അവൾക്ക് ക്ലോറോഫിൻ എല്ലാം മണപ്പിച്ച് ബോധം കെടുത്തിയതിനു ശേഷം എന്തെല്ലാമോ ചെയ്തത്. പക്ഷേ ആക്ച്വലി അത് അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിന്റെ കൊച്ചായിരുന്നു. അത് അവൾക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല. ഡയാന അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മിറണ്ടയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഇത് ക്ലേയുടെ കൊച്ചാണെന്ന് അത് തോന്നുന്നത്. ഇത് ഞാൻ ഹെൻറിയോട് എങ്ങനെ തുറന്നു പറയാനാ, പക്ഷെ ഞാൻ അവനോട് ഒന്നും ഒളിപ്പിച്ച് വെക്കില്ല, ഞാൻ ഇത് പറയുന്നു പറയാണ്. എന്നാൽ മിറണ്ടയ്ക്ക് ഹെൻറിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം ഡയാന ഹെൻറിയോട് തുറന്നു പറഞ്ഞാൽ ഹെൻറിക്ക് മനസ്സിലാവും അത് അവന്റെ കൊച്ചാണ്, ക്ലേയുടെ കൊച്ചല്ല എന്നുള്ള കാര്യം. അത് അവർ തമ്മിൽ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിറണ്ട ഡയാനയോട് പറയാണ്, ഇതൊന്നും ഹെൻറിയോട് പറയാനും നിൽക്കരുത്, നീ വേഗം തന്നെ പോയിട്ട് കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയാനായിട്ട് പറയാണ്. അന്ന് തന്നെ ഡയാന പെട്ടിയും പ്രമാണമെല്ലാം എടുത്ത് അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. സംഭവം ഡയാന ഹെൻറി ഒരു കൊല്ലത്തേക്ക് ഭാര്യയും ഭർത്താവായിരിക്കാമെന്ന് പറഞ്ഞാണ് വന്നതെങ്കിലും അവർ തമ്മിൽ ഇഷ്ടമായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനോടകം തന്നെ ഹെൻറിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഡയാന അവിടെ നിന്ന് പോകുന്നത്. ഇതിന്റെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.